ഈ വിജയത്തിന് പിന്നാലെയാണ് കമ്പനി വീര്യം കുറഞ്ഞ മദ്യവിപണിയിലേക്ക് കണ്ണുവെക്കുന്നത്. യുവാക്കളെയും പെൺകുട്ടികളെയും ലക്ഷ്യമിട്ട് റെഡി ടു ഡ്രിങ്ക് സോഫ്റ്റ് പാനീയങ്ങളാണ് റിലയൻസ് വിപണിയിലെത്തിക്കാൻ ഉദ്ദേശിക്കുന്നതും. സാധാരണ ബിയർ, വൈൻ എന്നിവയേക്കാൾ വീര്യം കുറഞ്ഞതും സോഷ്യൽ ഡ്രിങ്കിംഗ് അനുയോജ്യവുമായ ഇത്തരം പാനീയങ്ങൾക്ക് ഇന്ത്യയിൽ പ്രത്യേകിച്ചും മെട്രോ നഗരങ്ങളിൽ വലിയ വിപണിയുണ്ട്. തങ്ങളുടെ പ്രധാന എതിരാളികളായ വരുൺ ബെവറേജസിന് ശക്തമായ വെല്ലുവിളി ഉയർത്താനും ഇന്ത്യൻ പാനീയ വിപണിയിലെ അടുത്ത വലിയ ട്രെൻഡ് കൈപ്പിടിയിൽ ഒതുക്കാനും റിലയൻസ് ആഗ്രഹിക്കുന്നു. ഇതിനായി ഒരു പ്രമുഖ മദ്യ ഉൽപ്പാദന കമ്പനിയെ തന്നെ റിലയൻസ് ഏറ്റെടുത്തേക്കുമെന്നും സൂചനയുണ്ട്. എന്നാൽ ആൽക്കഹോൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളെയും അല്ലാത്തവയും വേർതിരിച്ചു നിർത്താൻ കമ്പനി ആഗ്രഹിക്കുന്നതിനാൽ പുതിയ വീര്യം കുറഞ്ഞ മദ്യങ്ങൾ ക്യാമ്പ എന്ന ബ്രാൻഡിലായിരിക്കില്ല പുറത്തിറക്കുക. കൂടാതെ മദ്യത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും അതാത് സംസ്ഥാന സർക്കാരുകളുടെ പരിധിയിൽ വരുന്നതിനാൽ ആദ്യഘട്ടത്തിൽ മദ്യനിരോധനം ഇല്ലാത്തതും അനുകൂലവുമായ നിയമങ്ങൾ ഉള്ളതുമായ സംസ്ഥാനങ്ങളിലായിരിക്കും റിലയൻസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റിലയൻസിൻ്റെ ഈ ആഗോള വിപണി പ്രവേശനത്തെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ചാണ് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ UDF സർക്കാരും മുഖ്യമന്ത്രി VD സതീശനും വലിയ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് വഴിയൊരുക്കാനാണ് ഫിനാൻസ് ബില്ലിലൂടെ ധൃതി പിടിച്ച ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആരോപണം. തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന വിമർശനം ഇതായിരുന്നു: മുഖ്യമന്ത്രി സതീശൻ പിടിച്ചത് നെത്തോലി കുഞ്ഞിനെയല്ല, ബക്കാഡിയും മറ്റും പോലുള്ള ഡിസ്റ്റിലറികളിൽ മാത്രമല്ല വീര്യം കുറഞ്ഞ മദ്യങ്ങളുമായി രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്.